بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മുടെ ഹൃദയത്തിന് അള്ളാഹു പരിശുദ്ധ ഖുർആൻ കൊണ്ട് തസ്കിയത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. റജബും ശഅബാനും റമളാനും സ്വീകാര്യം ആയ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ചേർക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ വർഷം റജബ് മാസത്തിന്റെ ഇത്രയും ദിവസം നമ്മൾ അനുഭവിച്ചു വന്നിട്ട് ഈ റജബ് മാസം നമുക്ക് കബൂലായോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള ഒരു ആത്മപരിശോധനയാണ് നമ്മുടെ വിഷയം. അള്ളാഹു നമുക്ക് നമ്മുടെ അറിവിൽ ബറക്കത്തും അമല് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. റജബിന്റെ ഇത്രയും ദിവസം കഴിഞ്ഞു പോയിട്ട് ഈ റജബ് എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെട്ടോ? പെട്ടെങ്കിൽ എന്തായിരിക്കും നമ്മളിൽ ഉണ്ടായിട്ടുള്ള ആത്മീയ ചൈതന്യം? ഒറ്റ വാക്കിൽ തന്നെ പറയാം, നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ഉത്സാഹം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ റജബ് നമുക്ക് കബൂലായിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നിസ്കാരം പാഴാക്കുന്നവർ എന്ന ഒരു പ്രയോഗം ഖുർആൻ പറയുന്നു. അവർ ചെന്നു ചേരുന്ന നരകത്തിന്റെ ഭീകരമായ അവസ്ഥയും ഖുർആൻ പറയുന്നുണ്ട്. നിസ്കാരം പാഴാക്കുക എന്ന് പറഞ്ഞാൽ 3 അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, തീരെ നിസ്കരിക്കാതെ നിസ്കാരത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ. റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തേത്, നിസ്കാരത്തിന്റെ സമയത്തെ മാനിക്കാതെ തോന്നിയ നേരത്തൊക്കെ നിസ്കരിക്കുക, നിസ്കാരത്തിനൊരു കൃത്യനിഷ്ഠയില്ല, നിസ്കാരത്തെ വൈകിക്കുന്നു, മറ്റുള്ള സ്വഭാവങ്ങളൊക്കെ. മൂന്നാമത് പറയാനുള്ളത്, നിസ്കാര ശേഷം ആ നിസ്കാരത്തിലൂടെ ഉണ്ടായ ചൈതന്യം നിലനിർത്താതെ പോകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ 3 രീതിയിൽ നിസ്കാരത്തെ പാഴാക്കുക എന്ന അവസ്ഥയെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. നിസ്കാരത്തെ പാഴാക്കുന്ന ആളെ സംബന്ധിച്ച് അവൻ ചെന്നു ചേരേണ്ട നരകത്തിന്റെ ഭീകരമായ അവസ്ഥയെക്കുറിച്ച് വളരെ സ്പഷ്ടമായ ഭാഷയിൽ ഖുർആൻ പലയിടങ്ങളിൽ പറയുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. സർവശക്തനായ അള്ളാഹു നിസ്കാരത്തിന്റെ വാർഷിക മാസമായ ഈ റജബിൽ അതിന്റെ പൂർണ്ണ ചൈതന്യം ഉൾക്കൊണ്ട് നിസ്കാരം ഏറ്റെടുത്ത മഹത്തുക്കളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. റജബ് കബൂലായവർക്കാണ് ആ ഒരു ദൗത്യ പൂർത്തീകരണത്തിൽ എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഒരൽപ്പം വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ലോകത്തിന്റെ ഇന്നോളമുള്ള ചരിത്രത്തിൽ ഏറ്റവും പ്രൗഢമായ ഒരു റജബ് എന്ന് പറയപ്പെടുന്നത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയിട്ട് 12ാമത്തെ വർഷം, അവിടുത്തെ 52ാമത്തെ വയസ്സിലെ ആ വർഷത്തെ റജബ് മാസമാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജിന്റെ അനുഭവം ഉണ്ടാകുന്നത് ആ റജബിലാണ്. എന്തുകൊണ്ടാണ് ഒരു മിഅ്റാജ് ആ റജബിൽ സംഭവിച്ചത്? ആത്മീയമായ കരുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മീയമായ കരുത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണോ ഉണ്ടായിട്ടുള്ളത്? അല്ല. അതിനുശേഷം ലോകത്ത് വന്നിട്ടുള്ള എല്ലാ മുസ്ലിമായ മനുഷ്യനും ആ ആത്മീയ കരുത്ത് നേടാനുള്ള ഒരു വലിയ പാലം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അത് റബ്ബിലേക്കുള്ള പാലമാണ്. ആ പാലമാണ് നിസ്കാരം. ഓരോ മുസ്ലിമിന്റെയും ഓരോ അമുസ്ലിമിന്റെയും ഇടയിൽ വ്യത്യാസപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം ഏതെന്ന ചോദ്യത്തിന്റെ മറുപടി ഇസ്ലാം കൊടുക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസാണ്. നിസ്കാരമില്ലാത്തതാണ് മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നുബുവത്തിന്റെ 12ാം വർഷം ആത്മീയമായ കരുത്ത് പകർന്ന റജബ്, അതേ റജബ് അതേ സ്ഥാനത്ത് തന്നെ ഷഅബാനിന്റെയും അതുപോലെ തന്നെ ജമാദിന്റെയും ശേഷം നമ്മളിൽ ഓരോ വർഷവും എത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് കരുത്താണ് ഈ റജബ് തന്നിട്ട് പോകുന്നത്? എന്തോ ഒരു കരുത്ത് റജബ് തരാനുണ്ട്. ആ കരുത്ത് കിട്ടുമ്പോഴാ റജബ് കബൂലാവാം.
അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് റജബ് കരുത്ത് തന്നേ പറ്റൂ. അത് നിസ്കാരത്തിലൂടെയാ കിട്ടുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്തിന്റെ 12-ാം വർഷം കരുത്ത് പകർന്നു എന്ന് പറയുന്ന ചരിത്ര പശ്ചാത്തലം എന്താണ്? അവിടുത്തെ താങ്ങും തണലുമായിരുന്ന മഹ്ദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് താങ്ങാൻ കഴിയാത്ത മാനസിക വിഷമത്തിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിയുമ്പോൾ അള്ളാഹു അടുത്തേക്ക് വിളിച്ചിട്ട് സമാധാനിപ്പിച്ചും സന്തോഷിപ്പിച്ചും വിടുകയാണ്. രണ്ടാമത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ വർഷം, അതായത് നുബുവത്തിന്റെ 12-ാം വർഷം, വലിയ പ്രതിസന്ധിയായി അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ആ പശ്ചാത്തലം പിതൃവ്യൻ അബൂ താലിബിന്റെ വഫാത്താണ്. പിന്നെ ത്വായിഫിലേക്ക് പോയിട്ട് നിരാശാജനകമായ പ്രതികരണത്തോടുകൂടെയാണ് അവിടെ നിന്നും മടങ്ങേണ്ടി വന്നിരിക്കുന്നത്. ഇതെല്ലാം മനസ്സിനെ വല്ലാത്ത വിഷമത്തിലാക്കി. അടുത്ത വർഷം എന്തായാലും പിറന്ന മണ്ണ് വിട്ടൊരു ഹിജറ പോകേണ്ടി വരുന്ന ഒരു ഗന്ധം മണക്കുന്ന പശ്ചാത്തലമാണ് ഇപ്പോഴും പരിശുദ്ധ മക്കയുടെ പരിസരത്തുള്ളത്. അതും ഒരുപാട് ചിന്തയിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ എങ്ങാനും മദീനയോ അല്ലെങ്കിൽ ഏതെങ്കിലും നാടോ ഹിജറക്കായി അള്ളാഹു നിശ്ചയിച്ച് വിവരം കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്കുള്ള ഒരുക്കങ്ങളും അവിടുത്തെ പിൻപറ്റിയിട്ടുള്ള അനുചര വൃന്ദത്തെ അത് ബോധവൽക്കരിക്കുകയും വല്ലാത്ത മാനസിക സംഘർഷമാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉള്ളത്. ഇങ്ങനെ ഉള്ളിടത്ത് ഒരു ആത്മബലം കൊടുക്കണം, ഒരു ആത്മീയ കരുത്ത് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് അള്ളാഹു ആ വർഷം മിഅ്റാജ് സംഭവിപ്പിക്കുകയാണ്. മിഅ്റാജ് സംഭവിക്കുന്ന ആ വർഷത്തെ കുറിച്ച് പറയപ്പെടുന്നത് ആമുൽ ഹുസ്ൻ എന്നാണ്. സങ്കടത്തിന്റെ വർഷം, ദുഃഖത്തിന്റെ വർഷമായിരുന്നു. അപ്പോൾ സന്തോഷം കൊടുക്കുന്നു, അള്ളാഹുവിന്റെ സഹായം കൊടുത്ത് ഒരു കരുത്തിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ സമുദായത്തെയും കൊണ്ടുവരുന്നു. ആ കരുത്തും സന്തോഷവും അള്ളാഹുവിന്റെ സഹായവുമാണ് പരിശുദ്ധമായ മിഅ്റാജ്. നമുക്ക് ആ മിഅ്റാജിൽ നിന്നും കിട്ടിയത് പൂർണ്ണമായും നാം ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ റജബ് കബൂലാവുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മിഅ്റാജിൽ നിന്നും നമുക്ക് കിട്ടിയത് എന്താ? എല്ലാ കർമ്മങ്ങളും ഇസ്ലാമിക ശറഇലേക്ക് ചേർക്കപ്പെട്ടത് മഹാന്മാരായ മലക്കുകൾ ഇവിടെ വഹയ്യ് എത്തിക്കുക വഴിയായിരുന്നു. എന്നാൽ മിക്കവാറും കർമ്മങ്ങൾ അങ്ങനൊക്കെ തന്നെയാണ്. എന്നാൽ അവിടെ പോയി ഒരു കർമ്മം സ്വീകരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നിസ്കാരത്തെ പോലെ മറ്റൊന്നിനെ അതുപോലെ കാണാൻ കഴിയുന്നില്ല. ഏതായാലും അള്ളാഹുവിന്റെ ഖുർആൻ ഒരു സഹായം എന്ന് പരിചയപ്പെടുത്തിയ നിസ്കാരത്തെ കുറിച്ച് നമുക്ക് ഒരല്പം സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. അൽ-ബഖറയുടെ 45-46. നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടൂ, അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് കിട്ടും. ബിസ്സബ്രി വസ്സലാ, നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും. അള്ളാഹു ഈ രണ്ടും നമുക്ക് നൽകട്ടെ. വഇന്നഹാ ലകബീറത്തുൻ, നിസ്കാരത്തിന്റെ അടിസ്ഥാന സ്വഭാവം എന്താ? നിസ്കാരം വലിപ്പമാണ്, പ്രയാസമാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, ഹൃദയഭക്തി ഉള്ള ആളുകൾ അല്ലാത്തവർക്കൊക്കെ നിസ്കാരം ഭാരമാണ്, പ്രയാസമാണ്. ഹൃദയഭക്തിയുള്ള ആളുകൾക്ക് നിസ്കാരം ലളിതമാണ്. അള്ളാഹു നമുക്ക് ലളിതമാക്കട്ടെ. അള്ളാഹു നമുക്ക് ഹൃദയഭക്തി തരട്ടെ. ഹൃദയഭക്തിയുള്ള ആളുകൾ എങ്ങനെ ഇരിക്കുന്നു അറിയോ? അല്ലാഹുവേ, അല്ലദീന യദുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം, അവരുടെ റബ്ബിനെ അവർ കാണുമെന്ന് ഉറപ്പിച്ച് നടക്കുന്നവരാണ് ഹൃദയഭക്തിയുള്ളവർ. എന്റെ റബ്ബിനെ എനിക്ക് കാണാൻ പറ്റും. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. അള്ളാഹനെ കാണാൻ കഴിയുന്ന ഭാഗ്യം. ആ ഒരു വിശ്വാസത്തിൽ കഴിയുന്നവർക്ക് നിസ്കാരം സഹായമാണ്. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീഹി വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ
വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. ജീവിത പരിസരങ്ങളിൽ പലരുടെയും പുരോഗതി കാണുമ്പോൾ നമുക്ക് അത്ഭുതമുണ്ടാവാറുണ്ട്. അവർക്ക് കിട്ടുന്ന ദുനിയാവിന്റെ സൗകര്യങ്ങളിൽ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. അള്ളാഹു സഹായിച്ചാൽ അത് നിനക്കും കിട്ടും. അള്ളാന്റെ സഹായം നിനക്ക് കിട്ടാൻ എന്ത് ചെയ്യണം? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നീ തനിയെ നിസ്കരിച്ചാൽ പോരാ, നിന്റെ കുടുംബത്തിൽ നിസ്കാരം ബന്ധിച്ചിരിക്കുന്ന എല്ലാ പ്രായക്കാരും നിസ്കരിച്ചേ പറ്റൂ. അതിനായി ഒരു ക്ഷമ നിങ്ങൾ കൈക്കൊള്ളണം എന്ന് ഖുർആൻ. എന്നാൽ നഹ്നു നർസുഖുക, അല്ലാഹു തരും. അല്ലാഹു ഈ ആവശ്യമുള്ളതൊക്കെ തരും. അള്ളാന്റെ സഹായം കിട്ടും, റബ്ബിന്റെ സഹായം കിട്ടും. ഈ സഹായം ഉറപ്പ് വരുത്തപ്പെട്ടതായിരുന്നു നുബുവത്തിന്റെ 12-ാം വർഷത്തിലെ റജബ് മാസം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സഹായം കൊടുത്തു മിഅ്റാജിലൂടെ. ആ മിഅ്റാജിന്റെ അനുഭൂതി നമുക്ക് ഇന്ന് കിട്ടണമെങ്കിൽ ഒരു മൂമിനായ മനുഷ്യന്റെ മിഅ്റാജ് അവന്റെ നിസ്കാരമാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കും ആ മിഅ്റാജ് തന്നിരിക്കാം. മിഅ്റാജിലൂടെ കിട്ടിയ റബ്ബിന്റെ സഹായത്തിന്റെ ആ കാരണം നമുക്ക് വെച്ച് തന്നത് മിഅ്റാജ് എന്ന പദവിയിൽ തന്നെയാണ്. അല്ലാഹുവേ, നിസ്കാരം മിഅ്റാജായ മഹാന്മാരിൽ ഞങ്ങൾ ചേർക്കണേ അല്ലാഹ്. നിസ്കാരം മിഅ്റാജായ മഹാന്മാരുണ്ട്. നിസ്കാരം മിഅ്റാജായ മഹാന്മാര് പ്രവാചക സ്നേഹം കൊണ്ടങ്ങ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അനക്കത്തിലും അടക്കത്തിലും ചലനത്തിലും നിശ്ചലനത്തിലും ഒക്കെ ലയിച്ചു ചേർന്ന പ്രവാചക സ്നേഹത്തിന്റെ പ്രഫുല്ലമായ വ്യക്തിത്വമായി മാറിയ പല മഹത്വങ്ങളും. മിഅ്റാജ് കിസി ഹാസിൽ സജദോ മേ കൈഫിയത്ത്. മൗലാന മുഹമ്മദ് അലി ജൗഹർ നവ്വറല്ലാഹു മർഖദ അദ്ദേഹത്തിന്റെ നിസ്കാരത്തെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നത് ഒരു മിഅ്റാജിന്റെ അനുഭവമായിരുന്നു എന്നാണ്. മിഅ്റാജിന്റെ അനുഭവം എങ്ങനെയാ നിസ്കാരത്തിൽ കിട്ടാം? മിഅ്റാജിൽ എന്താ കിട്ടിയത്? മിഅ്റാജിൽ എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മിഅ്റാജ് അതായിരുന്നു, സ്വർഗം കണ്ടതായിരുന്നു. സ്വർഗത്തിൽ റുമൈസ എന്ന പെൺകുട്ടിയെ ഞാൻ കണ്ടു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ കാൽപെരുമാറ്റം എന്റെ തൊട്ടു മുന്നിൽ ഞാൻ കേട്ടു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൊട്ടാരം ഞാൻ കണ്ടു എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വർഗം കാണാ എന്ന അനുഭൂതി നിസ്കാരത്തിലൂടെ നമുക്ക് കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിസ്കാരത്തിലും സ്വർഗം കണ്ടിട്ടുണ്ട്. അത് നമുക്കും കിട്ടും. മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് അവന്റെ നിസ്കാരം. സൂര്യഗ്രഹണ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുക, സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസുണ്ട്. അപ്പോഴാ കൈ ഇങ്ങനെ മുന്നോട്ട് പോവാം. എന്തോ ഒന്ന് പിടിക്കാൻ അങ്ങയുടെ കൈ മുന്നോട്ട് പോയ പോലെ ഇനി മുതൽ നിസ്കാരത്തിൽ ഇങ്ങനെ കൈ ഞങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന ഒരു സംശയം പോലെ സഹാബി ചോദിച്ചു, എന്തോ ഒന്ന് എടുക്കാൻ വേണ്ടി കൈ മുന്നോട്ട് പോയ പോലെ. എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു. എന്റെ കൺമുന്നിൽ ഞാൻ സ്വർഗത്തിന്റെ അനുഗ്രഹീതമായ അകത്തളം കണ്ടപ്പോൾ ഒരു മുന്തിരി കൊല എന്റെ മുന്നിൽ തത്തിക്കളിക്കുന്നത് കണ്ടു സഹാബ. ഞാനത് പിടിച്ചു പോകുമോ എന്ന് എന്റെ നിസ്കാരത്തിൽ ഞാനൊന്ന് മോഹിച്ചു സഹാബ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെ ആ മുന്തിരിക്കൊല ഒന്ന് പൊട്ടിച്ച് ഈ ഭൂമിയിൽ ഒന്ന് വിതരണം ചെയ്താൽ ലോകാവസാനം വരെയുള്ള എല്ലാവർക്കും കഴിക്കും വിധം അതിലിങ്ങനെ പെരുത്ത് വരുമായിരുന്നു. അത്ര വലിയ അനുഗ്രഹീതമായ മുന്തിരിക്കൊല. സ്വർഗത്തിന്റെ അനുഭവം നിസ്കാരത്തിലൂടെ മുഅ്മിനിന് കിട്ടുമെന്ന് പറയാ മാത്രല്ല, അത് അനുഭവിച്ചത് സ്വഹാബികളെ സാക്ഷിയാക്കി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഈ നിസ്കാരം കിട്ടണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവസാനം പള്ളിയിലേക്ക് പോവാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവസാനം പള്ളിയിലേക്ക് പോകുന്ന നേരത്ത് ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണുന്നത്.
അവിടെ വെച്ചുകൊണ്ട് ഫാത്തിമ ബീവിയോട് വിളിച്ചു പറഞ്ഞത്, മോളെ അസ്സലാ അസ്സലാ അസ്സലാ, നിസ്കാരത്തിന്റെ കാര്യം നോക്കണേ, നിസ്കാരം ശ്രദ്ധിക്കണേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലേക്ക് നടന്നു പോകേണ്ടി വരുന്ന അവസ്ഥയുടെ അവസാന സമയം പൊന്നുമോളോട് പോലും പറഞ്ഞത് നിസ്കാരം. നമുക്ക് ഈ റജബിൽ അത് വേണ്ടേ? റജബ് കബൂലാവാൻ ഈ നിസ്കാരത്തിൽ നമ്മൾ ആകെ തികഞ്ഞവരല്ലല്ലോ. നിസ്കാരത്തിൽ അപാകതകൾ ഒരുപാടുള്ളവരാ. സമയം പാലിക്കാത്തവരാണെങ്കിൽ സമയം പാലിക്കണം, തീരെ ഇല്ലാത്തവരാണെങ്കിൽ തുടങ്ങണം. നിസ്കാരം നിലവിലുള്ളവരാണെങ്കിൽ എണ്ണത്തിൽ കുറവ് കൂട്ടണം, സുന്നത്തുകൾ കുറവാണെങ്കിൽ അത് കൂട്ടി നിസ്കരിക്കണം. നിലവിൽ ഇതെല്ലാം പൂർണ്ണമായിട്ടുള്ളവരുടെ ഹൃദയ സാന്നിധ്യം വർദ്ധിക്കണം. അതിലേക്കുള്ള പണികൾ ഖുർആൻ പാരായണവും മറ്റുമൊക്കെയാ. അതൊക്കെ അങ്ങ് ചെയ്താൽ അള്ളാഹു നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി തരും. റജബ് കൊണ്ട് സാധ്യമാവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസാനം പള്ളിയിലേക്ക് പോകുന്ന നാളുകളിൽ പൊന്നുമോളോട് നിസ്കാരം നിസ്കാരം എന്ന് വിളിച്ചു പറയാ മാത്രല്ല, അവസാന സമയം പ്രിയപ്പെട്ടവളുടെ നെഞ്ചോട് ചേർത്ത് വെച്ച, ശരീരത്തിന്റെ ഭാരം പ്രിയപ്പെട്ടവളിലേക്ക് ചാരിവെച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ മടിയിൽ കിടന്നുകൊണ്ടും അവസാനം പറഞ്ഞത് നിസ്കാരം നിസ്കാരം എന്നാണ്. നിസ്കാരം ഉപേക്ഷിച്ചവനെ പറ്റി പറഞ്ഞത് മൽഊൻ, ശപിക്കപ്പെട്ടവൻ എന്നാണ്. ഹറാമും ഹലാലും ഒരുപോലെ വിഴുങ്ങുന്ന പുതിയ തലമുറയോട് ഈ റജബ് പറയുന്ന ഒരു സന്ദേശമുണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ ശപിക്കുക എന്നതിന് വളരെ നിരുത്സാഹപരമായ സമീപനമാണുള്ളത്. ശാപം നിരുത്സാഹപ്പെടുത്തിയ മതത്തിൽ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞത് നിസ്കരിക്കാത്തവനെ പറ്റിയാണ്. പടച്ചോനെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിസ്കാരമില്ലാത്തവരൊക്കെ ആ ശാപത്തിൽ നിന്ന് നീ ഒഴിവാക്കി തരണേ അല്ലാ. പടച്ചോനെ നീ കാക്കണേ അല്ലാ. ഒരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ചരിത്ര അവതരണത്തിലൂടെ ഒരു മസ്അലയുടെ ഗൗരവം പറയുന്നുണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, റജബ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായ മാസവും കൂടിയാണ് റളിയല്ലാഹു അൻഹു. ഇമാം ശാഫിഈ പറയാണ്, ഒരു പിതാവും മകനും ഒരു വേട്ടനായയെ കൊണ്ട് അവർ ഒരു വേട്ടയ്ക്ക് പോയി. വാപ്പയും മകനും വേട്ടയ്ക്ക് പോയി. അവരുടെ കൂടെ വേട്ടനായുണ്ട്. വാപ്പ നിസ്കാരമില്ലാത്ത വാപ്പയാണ്, മകൻ നിസ്കാരമുള്ള മകനാണ്. നിസ്കാരത്തിന്റെ സമയം വന്നപ്പോൾ കുടിക്കാൻ യാത്രയിൽ അവർ കരുതി വെച്ച തുകൽപാത്രത്തിലെ വെള്ളമെടുത്ത് മകൻ ഉളു ചെയ്തു, ഒരൽപ്പം ബാക്കി വെച്ചു. നിസ്കാരം കഴിഞ്ഞു. മകൻ, വാപ്പ നിസ്കരിച്ചിട്ടില്ല. വാപ്പയും മകനും നായയോടൊപ്പം വീണ്ടും യാത്ര തുടർന്നു. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ, ക്ഷീണം കൂടിയപ്പോൾ, ഉഷ്ണമങ്ങ് തീഷ്ണമായപ്പോൾ മഹാനായ മകന്റെ വാപ്പ വെള്ളത്തിന് ദാഹിച്ചു. മഹാനായ മകൻ, നിസ്കാരമുള്ള മകന്റെ വാപ്പ, നിസ്കരിക്കാത്ത വാപ്പ വെള്ളത്തിന് ദാഹിച്ചപ്പോ കൂടെ നായക്കും ദാഹം വന്നു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, തൊട്ടാൽ 7 വട്ടം കഴുകേണ്ട നായക്കും ഈ പിതാവിനും കൂടി കുടിക്കാനുള്ള വെള്ളം അതിലില്ല. ഒരാൾക്കേ കുടിക്കാനുള്ളൂ. ഒന്നുകിൽ നായ കുടിക്കണം, അല്ലെങ്കിൽ ആ പിതാവ് കുടിക്കണം. ഇമാം ഷാഫിഈയുടെ അഭിപ്രായം, നായക്ക് കൊടുത്താൽ മതി, നിസ്കരിക്കാത്ത വാപ്പാക്ക് ആ മകൻ വെള്ളം കൊടുക്കേണ്ടതില്ല. മസ്അല അതാണെന്ന ഷാഫിഈ മദ്ഹബ്. അത്രത്തോളം മഹാന്മാർ ഗൗരവമായിട്ട് ഈ വിഷയം കണ്ടു. ഇനി കണ്ടോ, ഞാൻ ചുരുക്കാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് സൂറത്ത് മറിയമിലെ 59-60 ആയത്ത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, പിൽക്കാലത്ത് നിസ്കാരം ഒരു കാരണവുമില്ലാതെ ഉപേക്ഷിച്ച് കളയുന്ന കുറെ പിൻഗാമികൾ വരാനുണ്ട്. അവരെ പറ്റി പറയുന്നത് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പിൽക്കാലത്ത് ഒരു സമൂഹം വരാനുണ്ട്. അവർ നിസ്കാരത്തെ പാഴാക്കി കളയും. മാത്രവുമല്ല, ശരീരത്തിന്റെ ഇച്ഛകളോട് അവർ പിൻപറ്റുകയും ചെയ്യും. ഫസൗഫ യൽഖൗന ഗയ്യ, അവർ ഗയ്യ് എന്ന് പറയുന്ന നരകത്തിന്റെ ഭാഗത്തിൽ ചെന്ന് ചേരേണ്ടവരാണെന്ന് ഖുർആൻ.
ഗയ്യ് അസാം എന്ന് പറയുന്ന നരകത്തിന്റെ രണ്ട് ഭാഗങ്ങളെ കുറിച്ച്, രണ്ട് താഴ്വാരങ്ങളെ കുറിച്ച് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കല്ല് ഉരുട്ടി മുകളിൽ നിന്നും താഴേക്ക് ഉരുട്ടിയിട്ട് കഴിഞ്ഞാൽ എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഗയ്യ് എന്ന് പറയുന്ന ഈ താഴ്വാരത്തിലേക്ക് ആ കല്ല് എത്തിച്ചേരാം. അത്ര കണ്ട് ആഴമുള്ള ഒരു ഭാഗമാണ് നരകത്തിലെ ഗയ്യ് എന്ന് പറയുന്ന ഭാഗം. അവർ ഗയ്യ് എന്ന് പറയുന്ന നരകത്തിന്റെ ഭാഗത്തേക്ക് ചേരേണ്ടവരാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹാ, തൗബ ചെയ്തു മുഅ്മിനായി ജീവിക്കാൻ തീരുമാനിച്ചു, എന്നാൽ അതിൽ നിന്ന് ഒഴിവാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിസ്കാരം ഖളാ ഉള്ളവര് ഖളാ വിട്ട് അതോടുകൂടെ ഖളാ ആയതിനെ തൗബ ചെയ്തിട്ട് ഇനി ഞാനിത് ആവർത്തിക്കില്ല എന്ന പ്രതിജ്ഞയോടുകൂടെ ജീവിതത്തെ ഒന്ന് പുതുക്കേണ്ട അവസരവും കൂടിയാണ് റജബ്. റജബ് വിട പറയുന്നതിന് മുൻപ് ഇതൊക്കെ നമ്മൾ ചെയ്യണ്ടേ, എന്നിട്ട് ഷഅബാനിലേക്ക് കടക്കണ്ടേ. ഷഅബാനും റജബും അതുപോലെ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് അനുകൂലമായാൽ സംശയിക്കണ്ട, റമളാൻ നമുക്ക് അനുകൂലമാവും. അല്ലാഹുമ്മ ജഅൽ ഹാദാ അശ്ശഹ്റ അശ്ശരീഫൽ അലീമൽ മുബാറക റമളാന ശാഹിദൻ ലനാ ലാ ശാഹിദൻ അലൈനാ. ഈ പ്രാർത്ഥനയുടെ അന്തസത്തയിലേക്ക് റമളാനെ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ എന്ന് ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആമീൻ പറയാറുണ്ട് അല്ലേ? അനുകൂലമാവണമെങ്കിൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഒരു പുനഃപരിശോധന നിർബന്ധമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, നിസ്കാരത്തെ പാഴാക്കുന്ന പിൽക്കാലത്ത് വരാൻ പോകുന്ന സമൂഹത്തെ കുറിച്ച് ഖുർആൻ ഈ പറഞ്ഞത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി വരാനിരിക്കുന്ന മനുഷ്യരാണ്. മിൻഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ അംഗങ്ങളാണ് അവര്. യതറാകബൂന ഫിത്ത്വരീഖി കമാ തറാകബൽ അൻആം, കന്നുകാലികൾ അങ്ങുമിങ്ങും ഒരു കാരണവുമില്ലാതെ വഴിയോരങ്ങളിലൂടെ നടന്നു പോകുന്നു. നമ്മൾ വലിയ വലിയ മാർക്കറ്റിലൊക്കെ കാണാറുണ്ട്. എന്ന പോലെ ഒരു കാര്യവും കാരണവുമില്ലാതെ അനാവശ്യമായി വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്ന ഒരു പുതിയ തലമുറയായിരിക്കും ഇത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ഈ ആയത്തുകൾക്ക് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ദുറുൽ മൻസൂറിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ലാ യസ്തഹിയൂന മിനൻ നാസി, ഞങ്ങൾക്ക് നിസ്കാരമില്ലാത്ത അവസ്ഥ ആൾക്കാർ കണ്ടാൽ മോശല്ലേ എന്നുള്ള ചിന്ത അവർക്കില്ല. മാത്രവുമല്ല വലാ യഖാഫൂന മിനല്ലാഹി ഫിസ് സമാഇ, ആകാശത്തിൽ നിന്നും നിസ്കരിക്കാത്തവർക്ക് അള്ളാഹു ശിക്ഷ ഇറക്കുമോ എന്നും അവർ ഭയക്കുന്നില്ല. അങ്ങനത്തെ ഒരു സമൂഹം പിൽക്കാലത്ത് ഖിയാമത്തിന്റെ അടയാളമായി വരാനുണ്ട്. അവർ നിസ്കാരത്തെ പാഴാക്കും. റജബ് അവരുടെ മുന്നിൽ ഒരു വലിയ പരിഹാരമായി നിലകൊള്ളട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി നോക്കിക്കോ, സൂറത്ത് മറിയമിന്റെ 59, 60 ആയത്തുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എന്നാൽ കേട്ടോ, അതിന്റെ തൊട്ട് മുമ്പ് സൂറത്ത് മറിയമിന്റെ 54 മുതൽക്ക് 57 വരെയുള്ള ആയത്തുകളിൽ കാണാം മുൻഗാമികളുടെ നിസ്കാരത്തെ കുറിച്ച്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈല ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് മഹാനവറുകൾ എങ്ങനെയായിരുന്നു? കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ. മഹാനവറുകൾ മുൻഗാമികളുടെ പ്രവചനത്തിന്റെ സാക്ഷാത്കാരമായി ഭൂമിയിൽ ജനിച്ച മഹാനാണ്. അതോടൊപ്പം അല്ലാഹുവിന്റെ റസൂലാണ്, നബിയാണ്. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാഹ്, മഹാനവറുകളുടെ ജനതയോടും കുടുംബത്തോടൊക്കെ നിസ്കരിക്കാൻ കൽപ്പിക്കുമായിരുന്നു. നിസ്കരിക്കുകയും നിസ്കരിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹാനെ പറഞ്ഞിട്ടാണ് നിസ്കരിക്കാത്തവർ അതിന്റെ ശേഷം പറയുന്നത്. തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത് വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. സയ്യിദുനാ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചാണ് പറയുന്നത്. ആരാ ഇദ്രീസ് നബി? ഇസ്രായേൽ റൂഹ് പിടിക്കാൻ വരുന്ന നേരത്തും നിസ്കാരത്തിൽ വ്യാപൃതനാണ് സയ്യിദുനാ ഇദ്രീസ് അലൈഹിസ്സലാം. മരിക്കാത്ത പ്രവാചകനാണ് ഇദ്രീസ് നബി എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അസ്രായേൽ സമീപിക്കുക, മരിക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കാതെ മഹാനവറുകൾ ആകാശങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടത്, ആ ചരിത്രം നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായി പിന്നെ പറയാം. ഏതായാലും മലക്ക് പോലും, റൂഹ് പിടിക്കാമെന്ന മലക്ക് പോലും ഈ നിസ്കാരം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചരിത്രം. ആരെ കണ്ടാലും ചോദിക്കും നിസ്കരിച്ചോ? ഇദ്രീസ് നബി അലൈഹിസ്സലാം ചോദിക്കുമായിരുന്നു, ആരെ കണ്ടാലും നീ നിസ്കരിച്ചോ എന്ന് ചോദിക്കും. ഈ അർത്ഥത്തിലാണ് നിസ്കാരത്തിന്റെ ഗൗരവം മതം ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി കണ്ട ഒരൊറ്റ സംഭവം കൂടി ഞാൻ പറയട്ടെ. സ്വർഗത്തിലെത്തിയവർ ഭൂമിയിലെ പരിചയക്കാരെ അന്വേഷിക്കും. സ്വർഗത്തിലെത്തുന്നവർ ഭൂമിയിലെ പരിചയക്കാരെ അന്വേഷിക്കും. ഖുർആൻ പറയാണ്. ആ സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന മറുപടി നോക്കിക്കോട്ടോ. സ്വർഗത്തിലെത്തിയവർ ഭൂമിയിലെ പരിചയക്കാരെ അന്വേഷിക്കുന്ന ഒരു രംഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബൽ യമീൻ ഫീ ജന്നാതിൻ യതസാഅലൂൻ അനിൽ മുജ്രിമീന മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. സൂറത്തുൽ മുദ്ദസിർ. അല്ലാഹു പറയുന്നു സ്വർഗവാസിയെ കുറിച്ച്. സ്വർഗവാസി അവിടെ എത്തിക്കഴിയുമ്പോൾ യതസാഅലൂന അനിൽ മുജ്രിമീൻ, കുറ്റകൃത്യം ചെയ്ത് നടന്ന ഭൂമിയിലെ പരിചയക്കാരെ പറ്റി അന്വേഷിക്കും. ഭൂമിയിലെ പരിചയക്കാരെ കുറിച്ച് അന്വേഷിക്കും. അവർ കുറ്റവാളികളാണ്, ഇവിടെ കാണുന്നില്ല. കുറ്റവാളികളൊന്നും സ്വർഗത്തിലുണ്ടാവില്ലല്ലോ, കാണാതെ വരുമ്പോ അന്വേഷിക്കും. അപ്പൊ പറയും അവര് നരകത്തിലാണുള്ളത്. നരകത്തിലുള്ളവരെ അവർ സ്വർഗത്തിൽ വെച്ച് കാണുകയാണ്. സ്വർഗം ഉയരത്തിലല്ലേ? നരകവാസിയായ തന്റെ പരിചയക്കാരനോട് ചോദിക്കും, മാ സലഖകും ഫീ സഖർ. നരകത്തിന്റെ ഈ സഖർ എന്ന് പറയുന്ന ഭാഗത്ത്, നരകത്തിന്റെ ഒരു ഭാഗമാണ് സഖർ. നരകത്തിന്റെ 7 തട്ടുകളിൽ ഒരു തട്ടാണ് സഖർ. ഈ സഖർ എന്ന് പറയുന്ന നരകത്തിൽ നീ എങ്ങനെയാടാ എത്തിയത് ചോദിക്കും. അപ്പോൾ അവൻ പറയും, ഭൂമിയിലെ പരിചയക്കാരൻ പറയും, ആദ്യം തന്നെ പറയണ കാരണം കേട്ടോട്ടോ, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാറില്ലായിരുന്നു, അത് തന്നെയാ കാരണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് റജബിന്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. റജബ് മാസത്തിന്റെ ചൈതന്യം നിസ്കാരം നിലനിർത്തലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് കുറച്ചധികം ആളുകൾ ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്ക തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് തന്ന എല്ലാത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് പേര് ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. മുറാദ് ഹാസിലാകാൻ വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു ഇതാര് പറഞ്ഞു, അവരുടെ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെയും മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാ. മക്കൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും മക്കൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും ഫഹ്മും അഖലും അദബും എല്ലാം നൽകണേ അല്ലാ. പഠനത്തിന് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. നിലവിൽ പെൺമക്കളാണുള്ളത്. അല്ലാഹുവേ, നിലവിൽ പെൺമക്കളുള്ളവർക്കൊക്കെ നീ ആൺകുട്ടിയെ നൽകണേ അല്ലാ. ആൺകുട്ടികൾ ഉള്ളവർക്കൊക്കെ നീ പെൺകുട്ടിയെയും നൽകണേ അല്ലാ. ആ ആഗ്രഹത്തിൽ ആരൊക്കെയുണ്ട് അവരെയൊക്കെ നീ സഹായിക്കണേ അല്ലാ. ഉപ്പാന്റെ കടം വീടാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. റബ്ബേ, ആ ഉപ്പയുടെയും ഞങ്ങളുടെ കൂട്ടത്തിൽ പലരുടെയും കടബാധ്യത നീ കൊടുത്തതാണ്, തന്നതാണ്. അല്ലാഹുവേ, നീ വീട്ടിത്തരണേ അല്ലാ, നീ വീട്ടണേ അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ മൗതാക്കൾക്കും പുറത്തു കൊടുക്കണേ അല്ലാ.
പ്രത്യേകിച്ച് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വസിയത്ത് ഏൽപ്പിച്ചവരുടെ ആ മാതാപിതാക്കൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. 2 പേരക്കുട്ടികൾ SSLCക്ക് പഠിക്കുന്നവർക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകുക അല്ലാ. SSLCക്കും +2-നും പഠിക്കുന്ന അവരുടെയും ഞങ്ങളുടെയും എല്ലാ മക്കളുടെയും എല്ലാ പരീക്ഷകൾക്കും റബ്ബേ നീ പൂർണ്ണമായ വിജയവും അവർക്ക് നല്ല സ്വസ്ഥമായി പഠിക്കാനുള്ള എല്ലാ താല്പര്യവും നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷമായി മക്കളില്ല ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാലിഹീങ്ങളായ മക്കളെ അവർക്കും റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവർക്കും നീ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് റബ്ബേ ആദം നബിയെ പിതാവും മാതാവും ഇല്ലാതെ പടച്ച നീ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ ഈസ നബിയെ പിതാവില്ലാതെ പടച്ച നീ നൽകണേ അല്ലാ. അള്ളാഹുവെ മകൻ സൗദിയിൽ ജോലി ഇല്ലാത്ത അവസ്ഥയിലാണ്, പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹുവെ നീ തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹുവെ ഇന്ന് പുതുതായി ജോലി ചെയ്യുന്ന 2 കുട്ടികൾ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. മക്കള് സ്വാലിഹീങ്ങളാവാൻ വേണ്ടി ദുആ ചെയ്യാൻ അവർക്കും ഞങ്ങൾക്കും മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ. മകന്റെ ഷുഗർ രോഗം മാറാനും നല്ല ജോലി ലഭിക്കാനും നല്ല ഭാര്യയെ കിട്ടാനും വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹുവെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലെയുള്ള ബുദ്ധിമുട്ടുകളുള്ള ആ സഹോദരനെ പോലെയുള്ള എല്ലാവരെയും നീ സലാമത്തിലാക്കണേ അല്ലാ. ആ സഹോദരനെ പോലെ ജോലി തേടുന്ന എല്ലാവർക്കും നല്ല ജോലി എത്തിക്കണേ അല്ലാ. അള്ളാഹുവെ വിവാഹ പ്രായമെത്തിയിരിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിലെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അനുയോജ്യരായ ഇണകൾ എത്തിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ആ സഹോദരൻ എത്തിക്കണേ അല്ലാ. ആമവാദം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവേ. ആ രോഗത്തിന്റെ പേരിൽ വിഷമിക്കുന്ന ആളാരോ അവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ അത്തരം വിഷമം ഉള്ള ആളുകൾക്കൊക്കെ ശിഫ നൽകണേ അല്ലാ. അള്ളാഹുവേ റബ്ബേ ടെൻഷന്റെ മരുന്ന് കഴിക്കുന്നവരുണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ നീ അവർക്കൊക്കെ ശിഫ നൽകണേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. അള്ളാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ അന്ത്യം നന്നായി കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته.